നമസ്കാരം. ശിവരാത്രി എന്നാൽ ശിവന്റെ രാത്രി എന്ന് മാത്രമല്ല, ശിവമായ രാത്രി എന്നുകൂടി അർത്ഥമുണ്ട്. ശിവം എന്നാൽ മംഗളം എന്നർത്ഥം. അതുകൊണ്ട് ശിവരാത്രി എന്നാൽ മംഗളരാത്രി എന്നർത്ഥമാക്കുന്നു. ലോകം മുഴുവൻ നശിപ്പിക്കാൻ ശക്തമായ കാളകൂട വിഷം ഭൂമിയിൽ പതിക്കാതെ ഭഗവാൻ പരമശിവൻ സ്വയം ഏറ്റുവാങ്ങി പാനം ചെയ്ത രാത്രിയാണ് ശിവരാത്രി എന്നാണ് ഐതിഹ്യം. അങ്ങനെ ലോകത്തെ നാശത്തിൽ നിന്നും രക്ഷിക്കുക മാത്രമല്ല, മംഗളം നൽകുക കൂടി ചെയ്തു പരമശിവൻ. അങ്ങനെ ശിവരാത്രി എന്ന വാക്കിന് മംഗളരാത്രി എന്നർത്ഥം പ്രസക്തമാകുന്നു. ശിവോഹം എന്നാണ് ശൈവ തത്വചിന്തയുടെ കാതൽ. ശിവനും ഞാനും ഒന്ന് തന്നെ എന്ന അദ്വൈത ചിന്ത തന്നെയാണ് അത്. അതുകൊണ്ട് ലോകത്തെ നാശത്തിൽ നിന്നും രക്ഷിക്കാൻ നാം ഓരോരുത്തരും സ്വയം തയ്യാറാകണമെന്ന സന്ദേശം കൂടി ശിവരാത്രി മുന്നോട്ട് വയ്ക്കുന്നതുമാണ്. ഈ സമയം ഭഗവാന്റെ സാന്നിധ്യം വീടുകളിൽ നിറയുന്നു, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നതുമാണ്. ഇതിനാൽ ശിവാനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതായ ചില പക്ഷികളും മൃഗങ്ങളും വീടുകളിൽ വരുന്നത് മഹാഭാഗ്യം തന്നെയാകുന്നു. ഇത് എന്തെല്ലാമാണ് എന്നും ഇതേക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ അറിയാവുന്ന നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് നാഗങ്ങളെ കാണുക എന്നതാണ്. നാഗങ്ങളെ, പാമ്പുകളെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് ഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നാഗങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ് എങ്കിലും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും ക്ഷേത്രത്തിലേക്ക് പോകുന്നതായ അവസരത്തിലോ ക്ഷേത്ര ദർശനം നടത്തി മടങ്ങി വരുന്നതായ സാഹചര്യത്തിലോ കാണുകയാണ് എങ്കിൽ അത് ഇരട്ടി സവിശേഷമായ ഒരു ലക്ഷണമാണ്, ഇരട്ടി സൗഭാഗ്യം നൽകുന്ന ഒരു ലക്ഷണമാണ്. കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അന്നേ ദിവസം നാഗങ്ങളെ സ്വപ്നം കാണുകയാണ് എങ്കിൽ അതും ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ മാറ്റങ്ങളുടെ സൂചനയാണ്. നാഗങ്ങളെ കാണുകയാണ് എങ്കിൽ അത് ഭാഗ്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാക്ക നിങ്ങളുടെ വീടുകളിലേക്ക് വരികയും അതിരാവിലെ ആഹാരം നൽകുന്നതായ ആഹാരം കഴിക്കുകയും ശുദ്ധജലം കുടിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ലക്ഷണമാണ്. ആ വീടുകളിൽ പ്രത്യേകിച്ചും ഭഗവാന്റെയും പിതൃക്കളുടെയും അനുഗ്രഹമുണ്ട് എന്ന വ്യക്തമായ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ കാക്ക ആഹാരം സ്വീകരിക്കാതെ മാറിയിരിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല, ദോഷകരമായ ഫലങ്ങളാണ് വന്നു ചേരുന്നതിന് അത്തരം സൂചനകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. മറ്റൊന്ന് കുയിലുമായി ബന്ധപ്പെട്ടാണ്. കുയിലിനെ കാണുന്നത് അത്ര ശുഭകരമാകണം എന്നില്ല, എന്നാൽ കുയിലിന്റെ നാദം കേൾക്കുന്നതാണ് ഏറ്റവും ശുഭം. ഇപ്രകാരം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നു എങ്കിൽ, പ്രത്യേകിച്ചും ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിലോ ശിവചിന്തകൾ മനസ്സിൽ നിറയുന്നതായ അവസരത്തിലോ കുയിലിന്റെ നാദം കേൾക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല ദോഷകരമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാകാം. പല കാര്യങ്ങളിലും വിഷാദം, എന്ത് ചെയ്യണം എന്നറിയാത്തതായ സാഹചര്യം, പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ, എന്ത് ചെയ്താലും പ്രശ്നങ്ങൾ, അത്തരത്തിലൊരു സാഹചര്യം. ഇത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയാൻ പോകുന്നു, അല്ലെങ്കിൽ വളരെ മനോഹരമായി തന്നെ നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കും, ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. മറ്റൊന്ന് ഉപ്പനുമായി ബന്ധപ്പെട്ടാണ്. ഉപ്പനുമായി ബന്ധപ്പെട്ട് പലവിധ ലക്ഷണങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും. അതിൽ ആദ്യത്തേതായി പരാമർശിക്കുന്നത് ഉപ്പനെ കാണുക എന്ന കാര്യമാണ്. ഉപ്പനെ കാണുന്നത് ഏറ്റവും ശുഭകരമായ ഒരു സൂചനയാണ്. ഉപ്പൻ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ അത് ശുഭകരമാണ്. വിളക്ക് തെളിയിക്കുമ്പോൾ ഉപ്പനെ കാണുന്നതും ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ മാറ്റങ്ങളുടെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്.
കൂടാതെ ഉപ്പൻ നിങ്ങളുടെ വീടിന് ചുറ്റും നടക്കുന്നതായി കാണുകയാണ് എങ്കിൽ, അത്തരത്തിൽ അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അതും ശുഭകരമായ ഒരു സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ഏറ്റവും അനുകൂലമായ കാര്യങ്ങളുടെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. മറ്റൊന്ന് പ്രാവുകളുമാണ്. പ്രാവുകൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ, പ്രത്യേകിച്ചും ഇണകളായി വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. ഇവ വീടുകളിൽ പ്രവേശിക്കുന്നത് പോലും ആ വീടുകളിൽ ശുഭകരമായ ഫലങ്ങൾ നൽകും എന്നാണ് പറയുക. സന്തോഷകരമായ വാർത്തകളാകാം, വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നടന്നു എന്ന് വരാം, അല്ലെങ്കിൽ ചില അപകടങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോയി എന്ന് വരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട ദോഷകരമായ കാര്യങ്ങൾ അത് മുൻകൂട്ടി മനസ്സിലാക്കി ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ പലവിധ ലക്ഷണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അത്തരം സൂചനകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. മറ്റൊന്ന് കാളയുമായി ബന്ധപ്പെട്ടാണ്. കാള, പശു എന്നിവ വീടുകളിൽ വരികയാണ് എങ്കിൽ പതിവില്ലാതെ പറമ്പിൽ കാണുകയും പറമ്പിൽ പുല്ല് കഴിക്കുകയുമാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാണ്. ആ വീടുകളിൽ ഈശ്വരാധീനം അഥവാ സാക്ഷാൽ ഭഗവാന്റെ കൃപാകടാക്ഷം വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ചില ദോഷകരമായ കാര്യങ്ങൾ അത് ഒഴിവാക്കുവാൻ സാധിക്കുകയോ, വന്നു ചേരേണ്ടതായ അല്ലെങ്കിൽ അത്തരത്തിൽ സാധ്യത കൂടുതലുള്ള ചില പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിനാൽ തീർച്ചയായും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് ഇത്. ഇനി ഇവയെ കാണുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇവയ്ക്ക് ആഹാരം നൽകുന്നതും അത്രമേൽ ശുഭകരമായ ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരാം. നിങ്ങളുടെ വീടുകളിലേക്ക് ആന പെട്ടെന്ന് പ്രധാന വാതിലിന്റെ അടുത്ത് അല്പനേരം നിൽക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാണ്. ഈശ്വരാനുഗ്രഹമുള്ള വീടാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. ഭഗവാന്റെ അനുഗ്രഹവും ആ വീടുകളിലുണ്ട് എന്നും അനുകൂലമായ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ളതായ ചില തടസ്സങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്നും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. മറ്റൊന്ന് കുരങ്ങിനുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റവും അനുകൂലമായ അല്ലെങ്കിൽ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ്. ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു, നിങ്ങൾക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ശുഭകരമാണ് ഈ ലക്ഷണം. വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ നിങ്ങളുടെ വീടുകളിൽ പ്രത്യേകിച്ചും ഞാൻ ഈ പരാമർശിക്കുന്നതായ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ അത് ശുഭകരമാണ്. അതിൽ ആദ്യത്തേത് കാളയുടെ ശബ്ദമാണ്. ഏറ്റവും ശുഭകരമാണ്. ശിവസാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാകുന്നു. മറ്റൊന്ന് പല്ലിയുമായി ബന്ധപ്പെട്ടാണ്. പല്ലി ചിലയ്ക്കുന്നതായ ശബ്ദം. മറ്റൊന്ന് ഉപ്പന്റെ ശബ്ദമാണ്. ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നതും അത്രമേൽ ശുഭകരമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. അനുകൂലമായ കാര്യങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാകുന്നു. ഞാൻ ഈ പരാമർശിക്കുന്നതായ ശബ്ദങ്ങൾ പശുവിന്റെ ശബ്ദമാണ് എങ്കിലും ശുഭകരമാണ്. ഇപ്രകാരം ശബ്ദങ്ങൾ കേൾക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അനുകൂലമായ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഭഗവാനായി തന്നെ കാണിച്ചു തരും എന്ന വ്യക്തമായ സൂചനയാകുന്നു. തീർച്ചയായും ഭഗവാനെ ആരാധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും.